നമുക്ക് മൊഡ്യൂൾ 3-ൽ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ പാർട്സ് പറഞ്ഞതിന് പോകും. പമ്പ് എന്ന് വെച്ചാൽ എന്താണ്? പമ്പ് എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ് മെഷീനറിയാണ്. അത് ഫ്ലൂയിഡിന് എനർജി കൊടുക്കുന്നു. ഇപ്പോൾ വെള്ളത്തിന് പമ്പ് എനർജി കൊടുക്കുമ്പോഴാണ് വെള്ളം അടിയിൽ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്യിക്കാൻ പറ്റുന്നത്. അതേപോലെ ലോങ് ഡിസ്റ്റൻസിൽ പമ്പ് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിന് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ. നമ്മൾ ആദ്യത്തെ 2 മോഡ്യൂളിൽ ടർബൈനാണ് പഠിച്ചത്. ടർബൈനിലെന്ന് വെച്ചാൽ ഫ്ലൂയിഡിൽ നിന്നുള്ള എനർജി എടുക്കുന്ന മെഷീനാണ് ടർബൈൻ, അല്ലേ? ഇപ്പോൾ പെൽട്ടൺ ടർബൈൻ ഒക്കെ ആണെങ്കിൽ, എല്ലാ ടർബൈനാണെങ്കിലും ടാങ്ക് ഹയർ എലിവേഷനിലുള്ള വെള്ളത്തിൻ്റെ എനർജി കൊണ്ട് വർക്ക് ചെയ്യുന്നത് ടർബൈനാണ്. അപ്പോൾ പമ്പ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് എനർജി ഈസ് ഗിവൺ ടു ദി ഫ്ലൂയിഡ്. ടർബൈൻ എന്ന് വെച്ചാൽ എനർജി ഈസ് ടേക്കൺ ഫ്രം ദ ഫ്ലൂയിഡ്. അതാണ് വ്യത്യാസം. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്സ് നോക്കാം. ഏതൊക്കെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്സ്? ഏതൊക്കെയാണ്? 4 പാർട്സ്: ഇമ്പല്ലർ, കേസിങ്, സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്. ഇതാണ് 4 പാർട്സ്: ഇമ്പല്ലർ, കേസിങ്, സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കിയാൽ അതിൽ മനസ്സിലാവും എന്തൊക്കെ പാർട്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കാം. ഇപ്പം സെൻട്രലിൽ തന്നെ കേസിംഗ് എന്ന് പറഞ്ഞ് കാണില്ലേ? സെൻട്രൽ കേസിംഗ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതേപോലെ അതിന് ചുറ്റും അതിൻ്റെ ഉള്ളിൽ ഇമ്പല്ലർ ഉണ്ട്. ഇമ്പല്ലറാണ് റൊട്ടേറ്റിംഗ് എലമെൻറ്റ്. ഇമ്പല്ലർ റൊട്ടേറ്റിംഗ് എലമെൻ്റാണ്. പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ സക്ഷൻ പൈപ്പ്. ഇതാണ് സക്ഷൻ പൈപ്പ്, ഇതാണ് ഡെലിവറി പൈപ്പ്. അപ്പോൾ സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നമ്മൾ പമ്പ് ഒരു ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് വെള്ളത്തിൽ പമ്പ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോ റിസർവോയറിൽ നിന്നുള്ള വെള്ളമാണ് പമ്പ് ചെയ്യണത്. അപ്പോൾ ആ ലോ റിസർവോയറിന് നമ്മൾ സമ്പ് എന്ന് പറയും. ഹൈ എലിവേഷനിലിരിക്കണതിന് ഓവർ ഹെഡ് ടാങ്ക് അല്ലെങ്കിൽ ഡെലിവറി ടാങ്ക് എന്ന് പറയും. അപ്പോൾ സമ്പിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്യണതിന് ആ ഒരു പൈപ്പാണ് സക്ഷൻ പൈപ്പ്. അപ്പോൾ സക്ഷൻ പൈപ്പായിരിക്കും പമ്പിൻ്റെ ഇൻലെറ്റ്. അപ്പോൾ ഈ സക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളം കയറിയിട്ട് ഇമ്പല്ലറിലെത്തും. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യണതുകൊണ്ട് അതിന് എനർജി കിട്ടും. എനർജി കിട്ടിയ വെള്ളം ഡെലിവറി പൈപ്പിലൂടെ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഡെലിവറി പൈപ്പിൽ ഡിസ്ചാർജ് ചെയ്ത് മുകളിലുള്ള ടാങ്കിലെത്തും. അപ്പോൾ സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, ഇതാണ് രണ്ടെന്നുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഓരോ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞത് ഇമ്പല്ലർ. ഇമ്പല്ലർ എന്താണ്? ഇമ്പല്ലർ എന്ന് വെച്ചാൽ എന്താണ്? An impeller is a wheel or rotor with a series of backward curved vanes or blades. It is mounted on a shaft which is usually coupled to an electric motor. അപ്പോൾ ഇമ്പല്ലർ എന്ന് വെച്ചാൽ റോട്ടറാണ്, ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റാണ്. അതിൽ വെയിൻസ് എങ്ങനെ ബാക്ക്വേർഡ് കർവ്ഡ് ആയിരിക്കും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താണ്? അതൊരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇമ്പല്ലർ നമ്മൾ കറണ്ട് കൊണ്ട് കറക്കും. അപ്പോൾ എങ്ങനെ? ഇലക്ട്രിക് മോട്ടർ വെച്ച് കറണ്ട് കൊണ്ട് കറക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ 3 ടൈപ്പ് വെയിൻസ് കാണിച്ചിട്ടുണ്ട്. ഫോർവേഡ് ഫേസിങ് വെയിൻസ് ആണ് എ, റേഡിയൽ വെയിൻസ് ബി, ബാക്ക്വേർഡ് ഫേസിങ് വെയിൻസ് സി. ഇതിൽ മിക്കവാറും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലർ എങ്ങനെയായിരിക്കും? ബാക്ക്വേർഡ് കർവ്ഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഫേസിങ് വെയിൻസ് ആയിരിക്കും. ബാക്ക്വേർഡ് ഫേസിങ് വെയിൻസ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ സി എന്നാണ് ഫിഗർ ശ്രദ്ധിക്കുക. അതിൻ്റെ റൊട്ടേഷൻ, ആ റൊട്ടേറ്റിംഗ് എലമെൻറ്റ്, ആ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസിലേക്കാണ് റൊട്ടേഷൻ. പക്ഷേ ആ ഇമ്പല്ലറിൻ്റെ കർവേച്ചർ ഇങ്ങോട്ടേക്കാണ്, റൊട്ടേറ്റിംഗ് ഡയറക്ഷനിലേക്കാണോ ക്ലോക്ക് വൈസിലേക്കാണോ പറഞ്ഞാണ്? അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ കർവേച്ചർ.
അതുകൊണ്ട് അതിന് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് എന്ന് പറയും. ഇതാണ് ഇപ്പോൾ എന്തായിരിക്കും ആ ഇമ്പല്ലർ എന്ന് വെച്ചിട്ട് റൊട്ടേറ്റിംഗ് വീലായിരിക്കും, റോട്ടറായിരിക്കും, പക്ഷേ ആ സീരീസ് ഓഫ് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആയിരിക്കും. അതൊരു ഷാഫ്റ്റിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ ഇമ്പല്ലർ 3 ടൈപ്പാണ് ജനറലി. ഷ്രൗഡഡ് ഇമ്പല്ലർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇമ്പല്ലർ, രണ്ടാമത് സെമി ഓപ്പൺ ഇമ്പല്ലർ, മൂന്നാമത് ഓപ്പൺ ഇമ്പല്ലർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും 3 തമ്മിലുള്ള വ്യത്യാസം. ഷ്രൗഡഡ് ഇമ്പല്ലർ ആദ്യത്തെ എന്താണ് ഷ്രൗഡഡ് ഇമ്പല്ലർ. ഫസ്റ്റ് ഫിഗറിന് ഷ്രൗഡഡ് ഇമ്പല്ലർ ഇമ്പല്ലർ ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഇൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും അത് ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും ഇമ്പല്ലർ. ആ ഇമ്പല്ലർ ഫുൾ കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും വെള്ളം ഫ്ലോ ചെയ്യണത്. അതായിരിക്കും ക്ലോസ്ഡ് ഇമ്പല്ലർ, ഷ്രൗഡഡ് ഇമ്പല്ലർ. രണ്ടാമത്തേതാണ് സെമി ഓപ്പൺ ഇമ്പല്ലർ എന്ന് വെച്ചാൽ ഫുൾ കവർ ആയിരിക്കില്ല, കുറച്ച് കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. മൂന്നാമത്തേതാണ് ഓപ്പൺ ഇമ്പല്ലർ എന്ന് വെച്ചാൽ അതിൽ ഇമ്പല്ലർ കവർ ചെയ്തിട്ട് ഉണ്ടാവില്ല. പിന്നെ അടുത്ത പാർട്ടാണ് കേസിങ്. അപ്പോൾ കേസിങ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു റിയാക്ഷൻ ടർബൈനിലുള്ള കേസിങ് പോലെ തന്നെ ആയിരിക്കും ഒരു സെൻട്രിഫ്യൂഗൽ ടർബൈനിലുള്ള കേസിങ്. റിയാക്ഷൻ ടർബൈനിലെ കേസിങ്ങിന് എന്താ പ്രത്യേകത? റിയാക്ഷൻ ടർബൈനിലെ കേസിങ്ങിൽ അതിന് ഒരു ഹൈഡ്രോളിക് ഫങ്ഷൻ കൂടി പെർഫോം ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇമ്പൾസ് ടർബൈനിലെ കേസിങ്ങിൽ ഒരു മെക്കാനിക്കൽ ഫങ്ഷൻ ഉണ്ട്. വെള്ളം സ്പ്ലാഷ് ചെയ്യുമ്പോൾ അത് ആ സ്പ്ലാഷ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇമ്പൾസ് ടർബൈനിലുള്ള കേസിങ്. പക്ഷേ റിയാക്ഷൻ ടർബൈനിലുള്ള കേസിങ്ങിൽ എന്താണ്, ആ കേസിങ്ങിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോഴും എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേസിങ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എയർ ടൈറ്റ് പാസേജാണ് സറൗണ്ടിങ് ദ ഇമ്പല്ലർ. ഇമ്പല്ലറിൻ്റെ ഒരു കവറിങ് ആണ് കേസിങ്. എയർ ടൈറ്റ് പാസേജാണ്. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്? ഇറ്റ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദി കൈനറ്റിക് എനർജി ഓഫ് ദ വാട്ടർ discharged at the outlet of the impeller. Kinetic energy of the water discharged at the outlet of the impeller is converted into pressure energy. അപ്പോൾ ഇമ്പല്ലറിൽ എന്ന് പറയുന്ന വെള്ളം പിന്നെ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജി നമുക്ക് കൈനറ്റിക് എനർജി അല്ല വേണ്ടത്. എന്ത് എനർജിയാണ് വേണ്ടത്? പമ്പ് ചെയ്യുമ്പോൾ പ്രഷർ എനർജി വേണം. അപ്പോൾ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് മാറണം ഡെലിവറി വേക്കിൽ എത്തുന്നതിന് മുമ്പ്. അതാണ് കേസിങ്ങിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇമ്പല്ലറിൽ നിന്ന് വെള്ളത്തിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ആ കൈനറ്റിക് എനർജി നമ്മൾ പ്രശ്നം വെച്ചാൽ കേസിങ് 3 ടൈപ്പ് ഉണ്ട്. വോലൂട്ട് കേസിങ്, വോർട്ടെക്സ് കേസിങ്, കേസിങ് വിത്ത് ഗേറ്റ് ബ്ലേഡ്സ്. എന്തൊക്കെയാണ്? വോലൂട്ട് കേസിങ്, വോർട്ടെക്സ് കേസിങ്, കേസിങ് വിത്ത് ഗേറ്റ് ബ്ലേഡ്സ്. ഇങ്ങനെ 3 ടൈപ്പാണുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പും എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം. ആ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വോലൂട്ട് കേസിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പം ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം. പമ്പിൻ്റെ വെള്ളം കയറുന്ന ഇൻലെറ്റ് ഭാഗവും ഔട്ട്ലെറ്റ് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഏരിയ എങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് വരുന്നു. അങ്ങനെ ഏരിയ കൂടി വരുന്നു. ഔട്ട്ലെറ്റിലേക്ക് വരുന്നതോറും ഏരിയ കൂടി വരുന്നു. അങ്ങനെയുള്ളതാണ് സ്പൈറൽ കേസിങ്. അപ്പോൾ വോലൂട്ട് കേസിങ് എന്ന് വെച്ചാൽ സ്പൈറൽ കേസിങ് ആയിരിക്കും. വോലൂട്ട് കേസിങ് എന്താണ്, ഒരു സ്പൈറൽ കേസിങ് ആയിരിക്കും. ഏരിയ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതോറും ഡൈവേർജ് ചെയ്ത് വരും. ഇനിയുള്ളതെന്ന് വെച്ചാൽ വോർട്ടെക്സ് കേസിങ് എന്ന് വെച്ചാൽ ഈ കേസിങ്ങിലൊരു വോർട്ടെക്സ് ചേമ്പർ എന്ന് പറഞ്ഞൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു ചേമ്പർ ഉണ്ടാവും. അതാണ് വോർട്ടെക്സ് കേസിങ്ങിൻ്റെ പ്രത്യേകത. ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു വോർട്ടെക്സ് ചേമ്പർ ഉണ്ടാവും. പിന്നെയുള്ളത് കേസിങ് വിത്ത് ഗേറ്റ് ബ്ലേഡ് എന്ന് വെച്ചാൽ അതിന് ഡിഫ്യൂസർ എന്ന് പറയും. ഗേറ്റ് ബ്ലേഡിന് ഡിഫ്യൂസർ റിംഗ് എന്നും പറയും. എന്ന് വെച്ചാൽ ഇമ്പല്ലറിന് പുറമെ ഇമ്പല്ലറിന് ചുറ്റും ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഗൈഡ് വെയിൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഡിഫ്യൂസർ ബ്ലേഡ്സ് എന്ന് അതിനെ പറയും. അപ്പോൾ അതാണ് കൂടുതൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കേസിങ്ങിൻ്റെ 3 ടൈപ്സ്. ഇനി സക്ഷൻ പൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സക്ഷൻ പൈപ്പ് എന്ന് വെച്ചാൽ സമ്പിൽ നിന്നും പമ്പിൻ്റെ
സെൻട്രൽ ലൈനിലേക്കുള്ള ഒരു പൈപ്പാണ് സക്ഷൻ പൈപ്പ്. ഡെലിവറി പൈപ്പ് എന്താണ്? ഡെലിവറി പൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഡെലിവറി പൈപ്പ് എന്ന് വെച്ചാൽ പമ്പിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഡെലിവറി ടാങ്കിലേക്കുള്ളൊരു പൈപ്പാണ് ഡെലിവറി പൈപ്പ്. ഓക്കെ. സക്ഷൻ പൈപ്പിൽ എന്ന് വെച്ചാൽ അതിൽ ഒരു സ്ട്രെയിനറും ഉണ്ടാവും, നോൺ റിട്ടേൺ വാൽവും ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിഷൻസ് ഓഫ് ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസീസ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ ഈ അത് 2 ടൈപ്പ് ഹെഡാണുള്ളത്. സക്ഷൻ ഹെഡും ഉണ്ട്, ഡെലിവറി ഹെഡും ഉണ്ട്. ഒരു സക്ഷൻ ഹെഡ് എന്താണെന്ന് നോക്കാം. സക്ഷൻ ഹെഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഹൈറ്റ്, ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ suction head എന്ന് വെച്ചാൽ it is the vertical height of the center line of the centrifugal pump above the water surface in the tank or pump from which the water is to be lifted. നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൻ്റെ സർഫസും പമ്പിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള സെൻട്രൽ ലൈനും തമ്മിലുള്ള ഡിഫറൻസ്, എലിവേഷൻ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് ആണ് സക്ഷൻ ഹെഡ്. അതിനെ സക്ഷൻ ലിഫ്റ്റ് എന്നും പറയും. അതിൻ്റെ നൊട്ടേഷൻ എന്താണ്? എച്ച് സഫിക്സ് എസ് ആണ്. എച്ച് സഫിക്സ് എസ്, സ്മോൾ എച്ച് ആയിരിക്കും, സ്മോൾ എച്ച് സഫിക്സ് എസ്. പിന്നെ ഡെലിവറി ഹെഡ്. ഡെലിവറി ഹെഡ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ലൈൻ ഓഫ് ദി പമ്പ് ആൻഡ് ദി വാട്ടർ സർഫസ് ഇൻ ദ ടാങ്ക് ടു വിച്ച് ദി വാട്ടർ ഈസ് ഡെലിവേർഡ്. നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്ന ടാങ്കാണ് ഡെലിവറി ടാങ്ക്. ആ ഡെലിവറി ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവലും പമ്പിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡെലിവറി ഹെഡ്. അതിൻ്റെ നൊട്ടേഷൻ എന്ന് വെച്ചാൽ സ്മോൾ എച്ച് സഫിക്സ് ഡി, സ്മോൾ എച്ച് സഫിക്സ് ഡി ആണ്. ഇപ്പം ഇനി വേറൊരു ഹെഡ് കൂടിയുണ്ട്, അതാണ് സ്റ്റാറ്റിക് ഹെഡ്. സ്റ്റാറ്റിക് ഹെഡ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡാണ്. സ്റ്റാറ്റിക് ഹെഡ് ക്യാപിറ്റൽ എച്ച് സഫിക്സ് എസ് ആണ്. എന്നുവെച്ചാൽ സ്മോൾ എച്ച് എസ് പ്ലസ് സ്മോൾ എച്ച് ഡി, അതാണ് സ്റ്റാറ്റിക് ഹെഡ്. ഓക്കെ. ഇനിയുള്ളത് മാനോമെട്രിക് ഹെഡാണ്. മാനോമെട്രിക് ഹെഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം ഈ സമ്പ് എന്ന് പറയുന്ന ലോവർ ടാങ്കിൽ നിന്നും മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യണം. അപ്പോൾ ലോ ടാങ്കിൽ നിന്ന് ഹൈ ടാങ്കിലേക്ക് വെള്ളം കയറണമെങ്കിൽ എന്തോരം റെസിസ്റ്റൻസ് ഉണ്ടാവും? കുറേ റെസിസ്റ്റൻസ് ഉണ്ട്. ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഗ്രാവിറ്റേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, എനർജിയുടെ റെസിസ്റ്റൻസ് ഉണ്ട്. എനർജി കുറവാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം സമ്പിൽ നിന്ന് ഓവർ ഹെഡ് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് അത് സമ്പിൽ നിന്ന് മുകളിലത്തെ ടാങ്കിലേക്ക് എത്തണമെങ്കിൽ എന്തോരം വർക്ക് പമ്പ് കൊടുക്കേണ്ടി വരും. അതാണ് മാനോമെട്രിക് ഹെഡ്. അതിന് എച്ച് സഫിക്സ് എം എന്നാണ് നൊട്ടേഷൻ. മാനോമെട്രിക് ഹെഡ് എച്ച് സഫിക്സ് എം നൊട്ടേഷൻ. അപ്പോൾ ഈ മാനോമെട്രിക് ഹെഡ് 3 രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദി ഇമ്പല്ലർ ടു ദി വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ പമ്പ്. എന്നുവെച്ചാൽ ഇമ്പല്ലർ വെള്ളത്തിന് കൊടുത്ത എനർജി മൈനസ് കേസിങ്ങിലും ഇമ്പല്ലറിലും ഉള്ള എനർജി ലോസ്, അതാണ് മാനോമെട്രിക് ഹെഡ്. എന്ന് വെച്ചാൽ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് എനർജി കിട്ടും. അതേ എനർജി തന്നെ നമുക്ക് വെള്ളത്തിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ടോട്ടൽ ഹെഡ് at outlet of the pump minus total head at inlet of the pump. P0 by rho g plus V0 square by 2g plus Z0 minus
പി ഐ ബൈ റോ ജി പ്ലസ് പി വൺ സ്ക്വയർ ബൈ 2g പ്ലസ് സെഡ് ഐ. പിന്നെ വേറെ റിലേഷൻ മാനോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ എച്ച് എം ഇസിക്കൽ എച്ച് എസ് പ്ലസ് എച്ച് ഡി എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് എച്ച് എഫ് എസ് പ്ലസ് എച്ച് എഫ് ഡി എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ലോസ് പ്ലസ് വി ഡി സ്ക്വയർ ബൈ 2g. ഇങ്ങനെ 3 ടൈപ്പ് ഡെഫിനിഷൻസ് അല്ലെ എക്സ്പ്രഷൻ 3 രീതിയിൽ നമുക്ക് മാനോമെട്രിക് ഹെഡിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഫിഗറിലൊന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. സക്ഷൻ ഹെഡ് നോക്കി. സക്ഷൻ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? സമ്പിലെ വാട്ടർ ലെവലും പമ്പിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് അല്ലെ ഹൈറ്റ് ഡിഫറൻസ് ആണ് എച്ച്. അതിനാണ് സക്ഷൻ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലിഫ്റ്റ് എന്ന് പറയും. പിന്നെയുള്ള ഡെലിവറി ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? പമ്പിൻ്റെ സെൻട്രൽ ലൈനും ഓവർ ഹെഡ് ടാങ്കിലുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെലിവറി ഹെഡ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് സ്റ്റാറ്റിക് ഹെഡ് എന്നുള്ളത്, എച്ച് എസ് പ്ലസ് എച്ച് ഡി. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് ഡൺ ബൈ ദ സെൻട്രിഫ്യൂഗൽ പമ്പ് ഓൺ വാട്ടർ. വർക്ക് ഡണ്ണിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറയാം. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് വെച്ചാൽ it is the converse of radial flow Francis turbine. Whereas the flow in turbine is inwards, the flow in the turbine is outwards. അപ്പോൾ അതാണ് വ്യത്യാസം. ഫ്രാൻസിസ് ടർബൈനിൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഫ്ലോ റേഡിയലി കയറിയിട്ട് ആക്സിയലി എക്സിറ്റ് ചെയ്യാറ്. അതിന് നേരെ തിരിച്ചാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ആക്സിയലി കയറും, റേഡിയലി എക്സിറ്റ് ചെയ്യും. അതാണ് സെൻട്രിഫ്യൂഗൽ പമ്പും ഫ്രാൻസിസ് ടർബൈനും ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. കോൺവേഴ്സ് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇൻലെറ്റിൽ എപ്പോഴും റേഡിയൽ എൻട്രി ആയിരിക്കും. റേഡിയൽ എൻട്രി എന്ന് വെച്ചാൽ ആൽഫയുടെ ആംഗിൾ 90 ആയിരിക്കും. അതുകൊണ്ട് VW1 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ടർബൈനിൽ പഠിച്ചിട്ടുണ്ട് റേഡിയൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് കേസ്? റേഡിയൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ബീറ്റ 90 ആയിരിക്കും, VW2 0 ആയിരിക്കും. അതിൻ്റെ നേരെ തിരിച്ച് ഇവിടെ റേഡിയൽ ഡിസ്ചാർജില്ല, റേഡിയലി എൻട്രി ആണ്, ഇൻലെറ്റിൽ റേഡിയലാണ്. അങ്ങനെയാണെങ്കിലാണ് എഫിഷ്യൻസി കൂടുതലുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ കേസാണ് എല്ലായ്പ്പോഴും സെൻട്രൽ പമ്പിൽ മിക്കവാറും അതായിരിക്കും കേസ്. അപ്പോൾ ആൽഫ 90 ആയിരിക്കും, VW1 0 ആയിരിക്കും. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ആൽഫ 90 ആയിരിക്കും, VW1 0 ആയിരിക്കും സെൻട്രൽ പമ്പ് കേസിൽ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾസ് നോക്കാം. വെലോസിറ്റി ട്രയാങ്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളും ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളും ഉണ്ട്. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ഷേപ്പ് നോക്കി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൽ VW1 ഉണ്ടോ? ഇല്ല. അതിൽ V1 എന്ന് വെച്ചാൽ എന്താണ്? VF1 ആണ്. VW1 ഇല്ല, ആൽഫ 90 ആണ്. ഓക്കെ, എക്സിറ്റിൽ VW2 ഉണ്ട്, U2 ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻലെറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം എന്താണ്? ഇൻലെറ്റിൽ റേഡിയൽ എൻട്രി ആണ്. റേഡിയൽ എൻട്രി എന്ന് വെച്ചാൽ എന്താണ്? റേഡിയൽ എൻട്രി എന്ന് വെച്ചാൽ ആൽഫ 90 ഡിഗ്രി ആയിരിക്കും. ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ VW1 0 ആയിരിക്കും. VW1 എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് വേൾഡ് എലമെൻറ്റ് അറ്റ് ഇൻലെറ്റ് 0 ആയിരിക്കും. ഔട്ട്ലെറ്റിൽ അങ്ങനെ ആയിരിക്കില്ല. ഔട്ട്ലെറ്റിൽ എന്താണ്? VW2 ഉണ്ടാവും. എന്ന് വെച്ചാൽ ഔട്ട്ലെറ്റിൽ വെലോസിറ്റി ഓഫ് ഫ്ലോയും ഉണ്ടാവും, വെലോസിറ്റി ഓഫ് വേളും ഉണ്ടാവും. അപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇൻലെറ്റിൽ കയറുന്നു R1 ചെറിയ റേഡിയസ് ആയിരിക്കും, R2 വലിയ റേഡിയസ് ആയിരിക്കും. ഇൻലെറ്റിൽ റേഡിയസ് ചെറുത്, ഔട്ട്ലെറ്റിൽ റേഡിയസ് വലുതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസ്. ഓയിലേഴ്സ് ടർബൈൻ ഇക്വേഷൻ എക്സ്പ്ലെയിൻ നമ്മൾ ഒരു ഡെറിവേഷനൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഓയിലേഴ്സ് ടർബൈൻ ഇക്വേഷനിൽ ഓയിലർ ഹെഡ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഓയിലർ ടർബൈൻ ഇക്വേഷൻ ആണ് ഓയിലർ ഹെഡ്. ഓയിലേഴ്സ് ഹെഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1/g ഇൻറ്റു VW1 U1 മൈനസ് VW2 U2. അതായിരുന്നു ഓയിലർ ഹെഡ്. അത് ടർബൈൻ്റെ കേസിലായിരുന്നു. നമ്മൾ പറഞ്ഞത് ടർബൈൻ്റെ കോൺവേഴ്സ് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്ത്? നമ്മളുടെ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ട? വർക്ക് ഡൺ ബൈ ദി impeller on water per second per unit weight of water cycle per second is work done in case of turbine നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ടർബൈൻ്റെ എന്താണ്? ഓയിലർ ഹെഡാണ് 1/g ഇൻറ്റു VW1 U1 മൈനസ് VW2 U2 ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1/g ഇൻറ്റു VW2 U2 മൈനസ് VW1 U1. ഇത് നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. വെലോസിറ്റി ഓഫ് ഫ്യൂവൽ ഇൻലെറ്റിൽ 0 ആയിരിക്കും. എന്താണ്? റേഡിയൽ എൻട്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വർക്ക് ഡൺ ബൈ ദി ഇംപെല്ലർ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് 1/g ഇൻറ്റു VW2 U2 ആയിരിക്കും. 1/g അടിയിൽ വന്നാൽ എന്താണ്? പെർ യൂണിറ്റ് വെയിറ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് 1/g അടിയിൽ വന്നത്. ഇനി നമുക്ക് അത് മാത്രം പോരാ, വർക്ക് ഡൺ പെർ സെക്കൻഡ് കൂടി അറിയണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് എത്രയാണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ W/g ആവും. W/g ആയിരിക്കും പെർ സെക്കൻഡ്. നേരത്തെ കാണിച്ചത് ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ആയിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് വെച്ചാൽ വർക്ക് ഡൺ. ന്യൂട്ടൺ പെർ സെക്കൻഡാണ്. മറ്റേതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, W/g ഇൻറ്റു VW2 U2. ഇതാണ് വർക്ക് ഡൺ ബൈ ദി ഇംപെല്ലർ. പിന്നെ അതിൽ W എന്ന് വെച്ചാൽ എന്താണ്? റോ QG ആണ്, നമുക്കറിയാം. Q എന്ന് വെച്ചാൽ വോളിയം ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വോളിയം ഫ്ലോ റേറ്റ്. Q ഇസിക്കൽ ഡിസ്ചാർജ് ഇസിക്കൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഏരിയ എന്ന് വെച്ചാൽ പൈ D1 V1 പൈ D1 V1 ഇൻറ്റു VF1 ഇസിക്കൽ പൈ D2 B2 ഇൻറ്റു VF2. V1 ഉം B2 ഉം വിഡ്ത്ത് ഓഫ് ദി ഇംപെല്ലറാണ്. V1 ഉം V2 ഉം VF1 ഉം V2 വെലോസിറ്റീസ് ഓഫ് ഫ്ലോ ആയിട്ട് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആണ്. നേരത്തെ നമ്മൾ ടർബൈനിൽ പഠിച്ച പോലെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ടർബൈനിൽ പഠിച്ച എഫിഷ്യൻസീസ് പഠിക്കാനുണ്ട്. സെൻട്രിഫ്യൂഗൽ മുമ്പിൽ 3 എഫിഷ്യൻസീസാണ്: മാനോമെട്രിക് എഫിഷ്യൻസി, ഈറ്റ മീൻ, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഈറ്റ എം, ഓവറോൾ എഫിഷ്യൻസി, ഈറ്റ ഒ. 3 ടൈപ്പ് എഫിഷ്യൻസിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മാനോമെട്രിക് എഫിഷ്യൻസി, ഈറ്റ എം എന്ന് വെച്ചാൽ മാനോമെട്രിക് ഹെഡ് ഡിവൈഡ് ബൈ ഹെഡ് imparted by impeller to the water. മാനോമെട്രിക് ഹെഡ് എത്രയാണ്? മാനോമെട്രിക് ഹെഡിൻ്റെ ഡെഫിനിഷൻ അല്ല, അതിൻ്റെ ഇക്വേഷൻ H⁻m ആണ്. ഡിവൈഡ് ബൈ ഹെഡ് imparted by the impeller to the water എന്നാണ്? VW2 U2 g ആണ്. അതാണ് ഹെഡ് imparted by the impeller to the water. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ GHM by VW2 U2. മാനോമെട്രിക് ഹെഡ് ഇസിക്കൽ GHM by VW2 U2 ആണ് മാനോമെട്രിക് ഹെഡിൻ്റെ മാനോമെട്രിക് എഫിഷ്യൻസി ഇക്വേഷൻ. അടുത്തത് മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ പവർ അറ്റ് ദി ഇംപെല്ലർ ഡിവൈഡ് ബൈ പവർ അറ്റ് ദി ഷാഫ്റ്റ്. എന്ന് വെച്ചാൽ അതിൽ മെക്കാനിക്കൽ ലോസിനെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി കാണിക്കുന്നത്. നമ്മൾ ഷാഫ്റ്റിൽ കൊടുക്കുന്ന പവർ അങ്ങനെ തന്നെ ഇംപെല്ലറിൽ കിട്ടണമെന്നില്ല, മെക്കാനിക്കൽ ലോസ് ഉണ്ടാവും. അപ്പോൾ പവർ ഇംപെല്ലറിലുള്ള പവർ, ഷാഫ്റ്റിൽ കൊടുക്കുന്ന പവർ എപ്പോഴും ഇംപെല്ലറിൽ എത്തുന്ന പവറിനെക്കാട്ടി കൂടുതലായിരിക്കും അല്ലേ? ഷാഫ്റ്റിൽ കൊടുക്കുന്ന പവർ അങ്ങനെ തന്നെ ഇംപെല്ലറിൽ കിട്ടില്ല. അപ്പോൾ പവർ അറ്റ് ദി ഇംപെല്ലർ ഡിവൈഡ് ബൈ പവർ അറ്റ് ദി ഷാഫ്റ്റ്. പവർ അറ്റ് ദി ഇംപെല്ലർ ഡിവൈഡ് ബൈ പവർ അറ്റ് ദി ഷാഫ്റ്റ് ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. പവർ അറ്റ് ദി ഇംപെല്ലർ, ഇംപെല്ലറിലുള്ള പവർ, വാട്ടറിന് കൊടുത്ത പവർ, ഇംപെല്ലർ വാട്ടർ കൊടുത്ത പവർ ആയിരിക്കും അത് W/g ഇൻറ്റു VW2 U2 ബൈ 1000 എന്ന് വെച്ചാൽ കിലോ വാട്ടിലേക്കാണ്, വാട്ടിനെ കിലോ വാട്ടിലേക്കാക്കാനാണ്. ഡിവൈഡ് ബൈ ഷാഫ്റ്റ് പവർ, അത് കിലോ വാട്ടിൽ എഴുതണം. എന്നാലും നമുക്ക് മുകളിലും താഴെ യൂണിറ്റ് സെയിം ആയിരിക്കണമല്ലോ. ഓക്കെ, അതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളത് ഓവറോൾ എഫിഷ്യൻസിയാണ്. ഓവറോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ പവർ ഔട്ട്പുട്ട്
of the pump to the power input of the pump. Power output of the pump to the power input of the pump. Power output of the pump എന്ന് വെച്ചാൽ എന്താണ്? വെള്ളത്തിന് കൊടുക്കുന്ന പവർ എന്ന് വെച്ചാൽ WHM/1000 ആണ്. WHM/1000 വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് ഇൻറ്റു HM/1000. അതാണ് നമ്മൾ പവർ ഔട്ട്പുട്ട്. പവർ ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കണ ഇലക്ട്രിക് മോട്ടോർ വഴി കൊടുക്കണ ഷാഫ്റ്റ് പവറാണ്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? WHM/1000 ഷാഫ്റ്റ് പവർ. വേറെ മൂന്ന് തമ്മിലുള്ള റിലേഷനാണ് ഇതൊക്കെ പോലെ തന്നെ. ഓവറോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ മാനുമാറ്റിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇനി നമുക്ക് ജൂലൈ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് റണ്ണിങ് അറ്റ് 1000 RPM. The outlet vane angle of the impeller is 45 degree and the velocity of flow at the outlet is 2.5 meter per second. The discharge through the pump is 200 liters per second. When the pump is working against a head of 20 meter, if the manometric efficiency of the pump is 80%, determine the diameter and the width of the impeller at outlet. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നേക്കണം നോക്കാം. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? സ്പീഡ് തന്നിട്ടുണ്ട്. വെയിൻ ആംഗിൾ, ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ 5 തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട് VF2. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് Q. ഡിസ്ചാർജ് 200 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് മീറ്റർ ക്യൂബിലേക്ക് ആക്കണം. ലിറ്ററിന് മീറ്ററിലാക്കണമെങ്കിൽ എന്താണ്? 10/1000 അല്ലെങ്കിൽ 1/10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ലിറ്ററിന് മീറ്റർ ക്യൂബാക്കാൻ. ഹെഡ്, മാനോമെട്രിക് ഹെഡ് 20 മീറ്റർ ആണ്. മാനോമെട്രിക് എഫിഷ്യൻസി 80% ആണ് തന്നിട്ടുണ്ട്. 0.8 ആണ് മാനോമെട്രിക് എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ പ്രോബ്ലമൊക്കെ ബെൻസാലിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി ട്രയാങ്കിൾ നോക്കി. നേരത്തെ പറഞ്ഞ പോലെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ VW1 0 ആണ്, VF1 ഉണ്ട്, U1 ഉണ്ട്, VR1 ഉണ്ട്. ഔട്ട്ലെറ്റിൽ VF2 ഉണ്ട്, VW2 ഉണ്ട്, V2 ഉണ്ട്, VR2 ഉണ്ട്, U2 ഉണ്ട്. വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. ടാൻ ഫൈ എന്ന് വെച്ചാൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ടാൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2 ആണ്. അപ്പോൾ U2 മൈനസ് VW2ൽ നിന്നും ഈ ഇക്വേഷനിൽ നമുക്ക് ഫൈ തന്നിട്ടുണ്ട്. VF2 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് U2 മൈനസ് VW2 = 2.5 എന്ന് കിട്ടും. U2 മൈനസ് VW2 = 2.5 എന്ന് കിട്ടും. ഓക്കെ, സംശയമില്ലല്ലോ. ഇത് നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസി എടുക്കുക. GHM/VW2 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് G അറിയാം, HM അറിയാം, മാനോമെട്രിക് എഫിഷ്യൻസി അറിയാം. അപ്പോൾ ഇത് VW2 എന്നുള്ള ടേം കിട്ടും. VW2 എന്നുള്ളൊരു പ്രൊഡക്റ്റ് അത് 245.25 ആയിരിക്കും. ഇത് നമുക്ക് നേരത്തെ ഉള്ള ഇക്വേഷനിൽ എന്താണ് കിട്ടിയത് നമുക്ക് നോക്കി. ഈ ഇക്വേഷനിൽ VW2 എന്ന് വെച്ചാൽ U2 മൈനസ് 2.5 ആണെന്നറിയാം.
ആ VW2 എന്ന് വെച്ചാൽ U2 മൈനസ് 2.5. VW2 എന്ന് വെച്ചാൽ U2 മൈനസ് 2.5 ആണ്. നമ്മൾ ആ ഒരു റിലേഷൻ VW2 U2ൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ VW2ന് പകരം U2 മൈനസ് 2.5 നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കാണണം. റൂട്ട് കാണുന്നതിന് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A എന്നാണ് പണ്ടത്തെ ഒരു ഇക്വേഷൻ. നമ്മൾ മറന്നു വിട്ടുണ്ടാവും ആ ഇക്വേഷൻ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC. ആ ഇക്വേഷൻ എടുക്കുക ചെയ്യുമ്പോൾ 2 റൂട്ട് കിട്ടും. അതിലൊരെണ്ണം നെഗറ്റീവാണ്. നെഗറ്റീവ് വാല്യൂ പോസിബിൾ അല്ല. അതുകൊണ്ട് U2ൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഏതാണ് അതിലെടുക്കുക. പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത് 16.96 ആണ് പോസിറ്റീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ U2 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, U2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? U2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കാണാൻ പറ്റും. U2 πD2n/60 ആണ്. അപ്പോൾ അതിൽ നിന്ന് n എത്രയാണ്? 1000 ആണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെ D2 കിട്ടും. D2 എന്ന് വെച്ചാൽ 324 മില്ലിമീറ്റർ കിട്ടും. പിന്നെ വിഡ്ത്ത് കാണാൻ പറ്റും. വിഡ്ത്ത് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് നമുക്കറിയാം. Q πD2 V2 × VF2 ആണ്. അതിൽ D2 നമ്മൾ കണ്ടുപിടിച്ചു. VF2 നമുക്കറിയാം. Q നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് V2 കിട്ടും. ആ V2ൻ്റെ വാല്യൂ 78.6 mm ആണ്. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ബെൻസാലിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബെൻസാലിൻ്റെ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ ബെൻസാലിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബെൻസാൽ നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഈ പ്രോബ്ലംസൊക്കെ കുറേ പ്രോബ്ലംസൊക്കെ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചോദിക്കണം. വർക്കൗട്ട് ചെയ്തൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും.